നമ്മുടെ മുമ്പേ നമ്മളിട്ടാണ് സ്റ്റെപ്പ്. അതെ, നമുക്ക് 2 സ്റ്റെപ്പ് ആക്കാറുണ്ട്. 2 സ്റ്റെപ്പ് ആക്കാറുണ്ട്. ആ ഇവിടെ ഓർമ്മ കൂടിയാ. ഇവിടെ മുറേ വരുമല്ലോ പറഞ്ഞു. ഇവിടെ എങ്ങടെ വരുമായിരുന്നു, ഇവിടെ വരുമായിരുന്നു. ആ ആ അങ്ങനെ ഇട്ടെങ്കിൽ അത്രയും ഹൈറ്റ് കുറഞ്ഞിരുന്നു. വെള്ളം അതവിടെ തന്നെ നിന്നോട്ടെ. ടോപ്പ് അങ്ങനെ തന്നെ നിന്നിട്ടേ അവിടുന്ന് സ്റ്റെപ്പിങ് ഇറക്കി നമുക്കത് അങ്ങോട്ട് കയറിയിരിക്കാം. ഇവിടെ വന്ന് ഈ റോഡ് ഇങ്ങോട്ട് ഇറങ്ങൂലേ അവര് ഇതെന്ന് ഇങ്ങോട്ടേ വരത്തുള്ളൂ. ആ ഇങ്ങോട്ടേ വരത്തുള്ളൂ, ഇവിടെ കയറൂല എന്നോ. എന്തിനാ കേറും, പക്ഷേ വണ്ടി വരുന്നു. പെണ്ണ് വന്നിട്ടുണ്ടെന്ന് അമ്മ ഇറങ്ങിപ്പോയി തട്ടി വീഴണ്ടായി. ഇവിടെ കേറിയിരിക്കും വണ്ടി. എന്തായാലും എന്തെങ്കിലും പറയാമേ, എന്തെങ്കിലും പറയും. അവരെയൊക്കെ പിടിക്കുക.
ബഹുമാൻ്റെ പ്രിയപ്പെട്ട അജിത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ അക്ഷയ സെൻറ്റർ ആരംഭം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സംരംഭം ഏറ്റവും ഭംഗിയായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് രാമമംഗലത്താണ് വേറെ ഒരു ആശുപത്രി കവലയിലേ ഉള്ളൂ. അപ്പോൾ അത് വളരെ അത്ഭുതപ്പെട്ടു. കാരണം സേവനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും ദൂരം ആൾക്കാർ യാത്ര ചെയ്ത് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിങ്ങനൊരു സൗകര്യം ഇവിടെ കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച നിലയിൽ മുമ്പോട്ട് പോകാൻ കഴിയും. ഒരുപാട് പേർക്ക് ഗുണകരവും സൗകര്യപ്രദവുമായിരിക്കും, ഒരു സംശയം അക്കാര്യത്തിലില്ല. എന്തായാലും അങ്ങനൊരു കേന്ദ്രീകൃതമായ ഒരു സ്ഥലം ഇന്നിവിടെ ആരംഭിക്കാൻ, മാമലശ്ശേരി കേന്ദ്രീകരിച്ച് ഇവിടെ ആരംഭിക്കാനുള്ള തീരുമാനം തീർച്ചയായിട്ടും വേറെ ശ്ലാഘനീയമാണ്. അജിത്തിനും ഇതിൻ്റെ സഹധർമ്മിണി അവർ രണ്ടുപേരും ചേർന്നാണ് ഇതിൻ്റെ സംരംഭത്തിലേക്ക് കടക്കുന്നത്. ഏറ്റവും ഭംഗിയായി ഏറ്റവും മംഗളകരമായി മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. കാരണം ഇത് അനിവാര്യമായ ഒന്നാണ്. ഇവരെല്ലാം ഇന്ന് ഓൺലൈൻസിലാണ്, എല്ലാം സേവനങ്ങളിലാണ്. ഏറ്റവും ആവശ്യമായ ഒന്നാണ്. എല്ലാ നന്മകളും വിജയങ്ങളും ഞാൻ ഈ സന്ദർഭത്തിൽ ഇരുവർക്കും ആശംസിക്കുന്നു. ജനങ്ങൾക്കും ഇതേറെ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ ഈ രാമമംഗലം അല്ലെങ്കിൽ അഞ്ചൽപ്പെട്ടി അക്ഷയ സെൻ്ററിൻ്റെ സേവനം തേടേണ്ടി വരുന്ന ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. എല്ലാത്തിനും ഇപ്പം നമുക്കറിയാം, ഏതൊരു അപേക്ഷയ്ക്ക് വേണ്ടിയും വില്ലേജ് ഓഫീസിൽ ചെന്നാലും അവർ ആദ്യമേ പറയുന്നത് അക്ഷയ സെൻ്ററിലേക്ക് ചെല്ല്, അവിടെ അപേക്ഷ കൊടുക്കുന്നതാണ്. നമുക്ക് നല്ല റീഡയറക്റ്റ് ചെയ്തിരുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സേവനം ഭയങ്കര പ്രയോജനമായിരിക്കും. പിന്നെ നോക്കേണ്ടത് അത് വേറൊരു സംവിധാനമാണ്. അപ്പോൾ അതും പല സ്ഥലങ്ങളിലും ഇല്ലാത്തൊരു സാഹചര്യം. അതും ആധാറിലെ തിരുത്തുകൾ വരുത്തണമെങ്കിൽ വേറൊരു ടൈപ്പിലൊരു മെഷീനൊക്കെ വേണം എന്ന് പല അക്ഷയ സെൻ്ററിൽ ചെല്ലുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ നേടിയെടുക്കാനായിട്ട് അതിക്ക് ശ്രദ്ധിക്കണം. അതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഈ ഘടകത്തിനും ഈ അക്ഷയ സെൻ്ററിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട അറിവിലെ മറ്റ് ജനപ്രതിനിധികൾ ഇന്ന് ഈ ചടങ്ങിൽ എത്തിച്ചെന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ ആവണ പ്രദേശത്ത് ഒരു അക്ഷയ സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഏറ്റവും ഉതകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ശ്രീമൂർത്തി മുതൽ ഇങ്ങോട്ട് അങ്ങ് കക്കാട് മുതലുള്ള ആളുകളെല്ലാം ഒന്നെങ്കിലും ചാവറ ആശുപത്രിയിലോ അല്ലെങ്കിൽ പ്രവർത്തനം പോകേണ്ട സ്ഥിതിയാണുള്ളത്. ഏതായാലും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് എല്ലാ സേവനങ്ങളും ലഭിക്കുന്നത്. തീർച്ചയായും അപ്പോൾ അത് ഏറ്റവും ഗുണകരമായി ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമായി നിങ്ങൾക്ക് വരാൻ കഴിയട്ടെ. ഇതിൻ്റെ സംരംഭകരായ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടുണ്ട്.